എല്ലാവർക്കും നമസ്കാരം. പ്ലസ് 2 ഫിസിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ചാപ്റ്ററിലെ കപ്പാസിറ്ററിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. പഠിക്കുക, ആരെങ്കിലും കാണാത്തതെന്നുണ്ടെങ്കിൽ എഴുതി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനർജി ഓഫ് എ കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്ററിൻ്റെ എനർജീനെ കുറിച്ച്. അപ്പോൾ നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് ചാർജസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. നമുക്കിപ്പം ഓരോരോ ഇലക്ട്രോണിക് ഡിവൈസും ഇലക്ട്രിക്കൽ ഡിവൈസും ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ചാർജ് തീർന്നു കഴിയുമ്പോൾ നമ്മളെന്താണ് പ്ലഗ് ചെയ്തിട്ട് ചാർജ് കയറ്റുവാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതേ രീതിയിൽ തന്നെ എന്താണ് നമ്മൾ ഒരു ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ അതിലേക്ക് ചാർജ് കൊടുക്കുകയാണെങ്കിൽ ആ ചാർജ് അവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുള്ള പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്ന ചാർജ് അവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കപ്പാസിറ്റർ കൺസിഡർ ചെയ്യണം. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കൺസിഡർ ചെയ്യുവാണ്. ഞാൻ ഇനീഷ്യലി ഇപ്പം അതിന് ചാർജ് ഒന്നും ഇല്ലാന്ന് വിചാരിച്ചു. നമ്മളിപ്പം സാധാരണ ഡിവൈസിനൊക്കെ ചാർജ് തീർന്നു കഴിഞ്ഞ് കഴിയുമ്പം ഡെഡായി കിടക്കും. അതുപോലെയുള്ളൊരു കപ്പാസിറ്റർ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. അപ്പം ചാർജ് ഒന്നും ഇല്ലാത്തപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ അവിടെ 0 ആണ്. മനസ്സിലാവുന്നുള്ള പറയുന്നത്. ഇനി നമ്മളതിലേക്ക് ചാർജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ബാറ്ററി ഉപയോഗിച്ചിട്ട്, അതായത് വി പൊട്ടൻഷ്യലുള്ള, ഞാനിവിടെ ഒരു വി പൊട്ടൻഷ്യലുള്ള ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട്, പൊട്ടൻഷ്യൽ വി ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഉള്ളൊരു വി ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് അതിലേക്ക് ചാർജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ചാർജ് ഇപ്പം ബാറ്ററി നമ്മളിപ്പോൾ പ്ലഗ് ഇൻ ചെയ്ത് കഴിയുമ്പോൾ, ഒരു ബാറ്ററി ഉപയോഗിച്ച് പ്ലഗ് ഇൻ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് ചാർജ് കൊടുത്തു കഴിയുമ്പോൾ ഒറ്റയടിക്കാണ് അത് ഫുള്ളായിട്ട് അതിലേക്ക് ചാർജ് ഫുള്ള് സ്റ്റോർ ചെയ്യുന്നത് അല്ലല്ല. പതിയെ കുറേശ്ശെ ആയിട്ടില്ല. നമുക്കറിയാം ഇപ്പം ഫോണിൻ്റെ ഒക്കെ ആണെന്നെങ്കിൽ നമ്മൾ ചാർജ് കയറുന്ന 1%, 2% അങ്ങനെയുള്ള രീതിയിലാണല്ലോ ചാർജ് ചെയ്യുന്നത്. അപ്പം കുറേശ്ശെ ചെറിയ എമൗണ്ട് ആയിട്ട് നമുക്ക് എന്നിട്ട് ഇച്ചിരി സമയം എടുത്തിട്ടാണ് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ഏതാണോ അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അത്രയും സമയം എടുത്തിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ചെറിയ ചാർജസ് ആയിട്ടാണ് അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്. അപ്പം ഒരു ചെറിയ ചാർജ്, സപ്പോസ് Q1 എന്ന് പറഞ്ഞൊരു ചാർജ് കയറുന്നു. Q1 ചാർജ് ഇവിടെ കയറി ഇതിലിവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കുകയെന്ന് ചോദിച്ചു. ഇവിടെ Q1 ചാർജ്, പോസിറ്റീവ് ചാർജ് കയറി അവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നു. അപ്പം പിന്നെ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെയും ചാർജസ് വരുന്നുണ്ട്. അപ്പം പിന്നെയും ചാർജസ് വരണമെന്നുണ്ടെങ്കിൽ ആ ചാർജിനെ അവിടെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്. സപ്പോസ് ഒരു Q1 ചാർജ് നമ്മൾ കൊടുത്ത് ഒരു പോസിറ്റീവ് ചാർജ് വന്നു, then അടുത്ത Q2 ചാർജ് വന്നു, പിന്നെ എന്താണ് പോസിറ്റീവ് ചാർജാണ് വരുന്നത്. അപ്പം ഈ ഒരു പ്ലേറ്റിലേക്ക് പിന്നെയും പോസിറ്റീവ് ചാർജ് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ റിപ്പൾസീവ് ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊരു വർക്ക് ചെയ്യണം. എങ്കിലും ഉള്ളൂ നമുക്ക് കൂടുതൽ ചാർജ് അവിടെ ഫുള്ളായിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പിന്നെയും Q1, Q2 ഇതെല്ലാം പോസിറ്റീവ് ചാർജാണ്. അതെല്ലാം വന്നു കഴിയുമ്പോൾ അതെല്ലാം ഇതിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നമ്മളൊരു വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലാവുന്നുള്ള പറയുന്നത്. അപ്പം ആ വർക്കിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? പൊട്ടൻഷ്യൽ വി കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പഠിച്ചതാണ് വി ഈസ് ഈക്വൽ ടു W/Q എന്ന് പഠിച്ചതാണ്. ഓർ വർക്ക് W ഈസ് ഈക്വൽ ടു V × Q എന്ന് എഴുതാം. മനസ്സിലായല്ലോ. അപ്പോൾ അവിടുത്തെ എടുക്കുന്ന ആ വർക്ക് എന്ന് പറഞ്ഞാൽ W ഈസ് ഈക്വൽ ടു V × Q ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ അങ്ങനെ ചാർജ് വന്നു. അപ്പം ഇവിടെ ഇൻഡക്ഷൻ മെത്തേഡ് വഴി ഇവിടെ നെഗറ്റീവ് ചാർജോടെ വരുവാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു Q1 ചാർജിനെ കൊടുത്തു, നെക്സ്റ്റ് Q2 ചാർജിനെ കൊടുത്തു. അപ്പം Q2 ചാർജിനെ വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വർക്ക് ചെയ്യണം. ആ വർക്കാണ് W ഈസ് ഈക്വൽ ടു V × Q എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചെറിയ ചാർജസ് ആയിട്ടാണ് കയറുന്നത് അല്ലേ? കുറേശ്ശെ ആയിട്ടാണ് കയറുന്നത്. അപ്പം ഓരോ ചാർജും കയറുമ്പോൾ അവിടെ ചെറിയ വർക്കാണ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് അവിടുത്തെ ചെറിയ സ്മോൾ വർക്കിനെ എങ്ങനെ എഴുതാൻ സാധിക്കും? DW എന്ന് എഴുതാം. DW ഈസ് ഈക്വൽ ടു ദെൻ V അവിടെ കൊടുത്ത പൊട്ടൻഷ്യൽ V ആണ്. V × കയറുന്ന ചാർജ്, സ്മോൾ ചാർജസ് ആയിട്ടല്ലേ കയറുന്നത്. DW ഈസ് ഈക്വൽ ടു V × DQ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പം മനസ്സിലല്ലോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ആ വർക്ക് ഉണ്ടല്ലോ, ചെറിയ വർക്കാണ് അവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ചാർജ് അവിടെ സ്റ്റോർ ചെയ്തുമാണ് നിൽക്കുന്നത്. മനസ്സിലല്ലോ. അപ്പോൾ എനർജി ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഇൻ ചാർജിങ് ഇറ്റ് അല്ലേ? അത് ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വർക്ക് ഡൺ, അതാണ് അവിടുത്തെ എനർജി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഇതിൻ്റെ കപ്പാസിറ്റർ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റൻസ് നമ്മൾ C ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. കപ്പാസിറ്റൻസ് C ആയിട്ട് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ പൊട്ടൻഷ്യൽ, അതിൻ്റെ ഇടയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമുക്ക് V ആയിട്ട് കൺസിഡർ, ക്യാപിറ്റൽ V ആയിട്ട് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? Q/C എന്ന് എഴുതാമല്ല. പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു Q/C ആണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ DW ഈസ് ഈക്വൽ ടു Vയുടെ സ്ഥാനത്ത് Q/C × DQ എന്ന് എഴുതാം. അപ്പം ഈ DW എന്ന് വെച്ചാൽ എന്താണ്?
ചെറിയ വർക്കാണ് നമ്മൾ പറഞ്ഞു. ഓരോരോ ചാർജസിനെയും എന്താണ് അത് ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയുള്ള വർക്കാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാവുന്ന ഫുള്ള് ആ ഒരു കപ്പാസിറ്റർ ഫുള്ള് ചാർജ് ആവണം ഇല്ലേ. ഫുൾ ചാർജ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഇല്ലേ. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എവിടെ നിന്നിട്ടാണ്? ഇനീഷ്യലി അതിൻ്റെ ചാർജ് എങ്ങനെയായിരുന്നു? 0 ആയിരുന്നു. 0 തൊട്ട് ഫുൾ ചാർജ് ആവണം. ഫുൾ ചാർജിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ആവുന്നതിന് നമ്മൾ ക്യാപിറ്റൽ ക്യൂ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 0 തൊട്ട് ക്യൂ വരെ, ആ ക്യാപിറ്റൽ ക്യൂ ചാർജ് വരെ ആവുന്നത് വരെ അത്രയും വർക്ക് അവിടെ നടക്കണം. അപ്പോൾ നമുക്ക് എഴുതാം Q/C × dQ എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഇനി DW എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ W = ഇവിടെ എന്താണ്? 1/C എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റൻ്റ് ആണ്, കപ്പാസിറ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ വെളിയിലെടുത്തു. ഇൻറ്റു 0 to Q സ്മോൾ q dq എന്ന് കൊടുത്തു. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 1/C ഇൻറ്റു Q എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻ്റഗ്രൽ ഓഫ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് കേട്ടോ. ഇൻ്റഗ്രൽ ഓഫ് x dx എന്ന് പറഞ്ഞൊരു ഫോമിലാണ്. അത് x raised to എന്താണ് n എന്നുള്ളൊരു ഫോമിലാണ് നടക്കുന്നത്. x raised to n എന്ന് പറഞ്ഞിരിക്കുന്നത് x raised to n+1 ഡിവൈഡ് ബൈ n+1 ആണ് കേട്ടോ. ആ ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം Q raised to n-ൻ്റെ സ്ഥാനത്ത് 1 ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ 1+1 വരുമ്പോൾ അതായത് Q² എന്ന് വരും. Q² ഡിവൈഡ് ബൈ 1+1 ദാറ്റ് ഈസ് 2 എന്ന് വരും. ലിമിറ്റ് കൊടുക്കണം. 0 to Q ആണ്. Therefore that is equal to 1/C into upper limit. Upper limit എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ Q ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് ഇവിടെ 0 അല്ല. അപ്പോൾ 0 ഇതെന്ന് വരുമ്പോൾ അതില്ല. അപ്പം ദാറ്റ് ഈസ് ടോട്ടൽ വർക്ക് ഡൺ W = 1/C Q² ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. അപ്പം ഈ വർക്ക് അവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർക്കാണ് അവിടുത്തെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എനർജീനെ നമുക്ക് U വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. U = എങ്ങനെയാണ്? Q² ഡിവൈഡ് ബൈ 2C എന്ന് എഴുതാം കേട്ടോ. U = Q² ഡിവൈഡ് ബൈ 2C. അപ്പോൾ നമുക്ക് എനർജിയുടെ ഇക്വേഷൻ കിട്ടി. എനർജി എന്താണ്? U = Q² ഡിവൈഡ് ബൈ 2C. അപ്പോൾ നമുക്ക് എനർജിയുടെ ഇക്വേഷൻ കിട്ടി. Q² ഡിവൈഡ് ബൈ 2C എന്ന് വന്നു. ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് ഇക്വേഷനും കൂടെ നമുക്ക് ഡിറൈവ് ചെയ്യാം. അത് ആ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം V = Q/C എന്നാണ് ഇക്വേഷൻ. അതിൽ നിന്ന് Q = നമുക്ക് VC എന്ന് എഴുതാം. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ U = Q² ബൈ 2C എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഇക്വേഷനിലെ Qൻ്റെ സ്ഥാനത്ത് നമ്മൾ V × C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും V² C² ഡിവൈഡ് ബൈ 2C എന്ന് എഴുതാം. ദെൻ അതിലെ ഒരു C, മേളിലൊരു C ഉണ്ട്, താഴെ ഒരു C ഉണ്ട്, ക്യാൻസൽ ആയി പോകും. പിന്നെ മിച്ചമുള്ളത് ½CV² എന്ന് വരും. അപ്പം U = ½CV² എന്ന് കിട്ടി. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കിട്ടി. അതുപോലെ തന്നെ നമുക്ക് സിയിലേക്ക് ഇക്വേഷൻ എഴുതാം. C = Q/V. കപ്പാസിറ്റൻസ് C = Q/V ആണെന്ന് നമുക്കറിയാം. ദെൻ അപ്പോൾ എന്ത് ചെയ്യണം? സിയുടെ സ്ഥാനത്ത് ഇവിടുത്തെ ആദ്യത്തെ ഇക്വേഷൻ U = Q² ബൈ 2C ആണ്. അതിലെ സിയുടെ സ്ഥാനത്ത് നമ്മൾ എന്താണ് Q/V എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം മേളിൽ ഒരു Q ഉണ്ട്, താഴെ ഒരു Q ഉണ്ട്, ക്യാൻസൽ ആയി പോകും. പിന്നെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന V അത് മേളിലോട്ടും പോകും. Therefore QV ഡിവൈഡ് ബൈ 2 എന്ന് വരും. അതായത് എനർജി U = ½ QV. അപ്പോൾ എനർജിയുടെ നമുക്കൊരു 3 ഇക്വേഷൻ കിട്ടി. U = Q² ഡിവൈഡ് ബൈ 2C. അപ്പോൾ തന്നെ U = ½CV². അപ്പോൾ തന്നെ U = ½ QV. അപ്പോൾ നമ്മൾ എനർജി ഓഫ് എ കപ്പാസിറ്റർ ഉണ്ട് ഇക്വേഷൻ ഏതാണ്? U = Q² ഡിവൈഡ് ബൈ 2C ഓൾസോ ½ ഓൾസോ ½ QV എന്നുണ്ട്. അപ്പോൾ ആ എനർജി ആ രണ്ട് പ്ലേറ്റിലുണ്ട്, അതിൻ്റെ ഇടയിലാണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാം എനർജി ഡെൻസിറ്റി എന്താണെന്നുള്ളത്. നമുക്ക് ഡെൻസിറ്റി എന്താണെന്നറിയാം. അപ്പോൾ എനർജി ഡെൻസിറ്റി എന്തായിരിക്കും? എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ ഇസ് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഈ രണ്ട് പ്ലേറ്റ്സ് ഉണ്ടല്ലോ, ഈ പ്ലേറ്റിൻ്റെ ഇടയിൽ ഒരു മീഡിയം ഉണ്ടല്ലോ. അപ്പോൾ ആ മീഡിയത്തിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി, യൂണിറ്റ് വോളിയത്തിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിനെയാണ് നമ്മൾ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ ഇസ് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പോൾ എനർജി ഡെൻസിറ്റിനെ നമ്മൾ സ്മോൾ ലെറ്റർ U വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി ക്യാപിറ്റൽ ലെറ്റർ U അല്ലേ. ക്യാപിറ്റൽ ലെറ്റർ U എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം എനർജിയുടെ ഇക്വേഷൻ കണ്ട് ഏത് ഇക്വേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാലും നമുക്ക് കിട്ടും. നമുക്ക് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. U എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ U എന്ന് വെച്ചാൽ എനർജിയാണ്. V എന്ന് വെച്ചാൽ എന്താണ്? വോളിയം ആണ് കേട്ടോ. ഇവിടുത്തെ V പൊട്ടൻഷ്യലാണ്. ഓർത്തോണം, ഇത് വോളിയത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഏത് ഇക്വേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. ദാറ്റ് ഈസ് ½ ഇൻറ്റു CV². ഇവിടുത്തെ V എന്ന് വെച്ചാൽ പൊട്ടൻഷ്യലാണ് കേട്ടോ. ഈ V എന്ന് വെച്ചാൽ വോളിയമാണ്. അപ്പോൾ വോളിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഏരിയ ഇൻറ്റു
അല്ലേ, ഇതിൻ്റെ ഏരിയ ഇൻറ്റു ഈ പ്ലേറ്റിൻ്റെ ഏരിയ ഇൻറ്റു ഇതിൻ്റെ തിക്നെസ് ആണല്ലോ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ഏരിയ ഇൻറ്റു ഇവിടുത്തെ തിക്നെസ് നമ്മൾ നേരത്തെ ഡി വെച്ചിട്ടുള്ള റെപ്രസെൻ്റ് ചെയ്ത്, അപ്പം എ ഇൻറ്റു ഡി നമുക്ക് എഴുതാം. ഇനി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കേസിൽ നമ്മൾ കപ്പാസിറ്റൻസ് കണ്ടായിരുന്നു, സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എ ബൈ ഡി എന്ന് കണ്ടായിരുന്നു. ആ സിയുടെ വാല്യൂ നമുക്ക് ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ എനർജി ഡെൻസിറ്റി യു ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു സിയുടെ സ്ഥാനത്ത് ഈ എപ്സിലോൺ 0 എ കൊടുക്കുക. ദെൻ ഇവിടെ വി ഉണ്ട്, വി ഓർക്കുക പൊട്ടൻഷ്യലാണ് കേട്ടോ, ഡിവൈഡ് ബൈ എ ഇൻറ്റു ഡി എന്ന് തോന്നും. ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് അപ്പോൾ എത്ര വരും, 1/2 ഇൻറ്റു എപ്സിലോൺ 0 വി സ്ക്വയർ ഡിവൈഡ് ബൈ ഡി എന്ന് വന്നു. ഇനി കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മൾ പഠിച്ചാണല്ലോ, എന്താണ്, സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ഡിവൈഡ് ബൈ ഡി ആണ്. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ എനർജി ഡെൻസിറ്റി യു ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു സിയുടെ സ്ഥാനത്ത് എപ്സിലോൺ 0 എ അല്ലേ ഡിവൈഡ് ബൈ ഡി വന്നു. പിന്നെ അവിടെ ഓൾറെഡി വി സ്ക്വയർ കിടപ്പുണ്ട്, ഡിനോമിനേറ്ററിൽ എന്തുണ്ട്, ഒരു എയും ഉണ്ട് ഡിയും ഉണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ ഈ എയും ക്യാൻസലായിപ്പോയി. പിന്നെ വെച്ചതുകൊണ്ട് 1/2 ഇൻറ്റു എപ്സിലോൺ 0 ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ എന്ന് വന്നു, മനസ്സിലായല്ലോ. ഇനി പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും നമ്മൾ റിലേഷൻ ഉണ്ട്, വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി ഇല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് ഈ വിയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെർഫോർ നമുക്ക് കിട്ടും എനർജി ഡെൻസിറ്റി യു ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എപ്സിലോൺ 0. ഇവിടെ ഈ വിയുടെ സ്ഥാനത്ത് നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെർഫോർ ഈ സ്ക്വയർ ഉണ്ടല്ലോ, അപ്പം ഇ സ്ക്വയർ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ ഡി സ്ക്വയർ വരും. ഈ രണ്ട് ഡി സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി. ദെൻ എനർജി ഡെൻസിറ്റി സ്മോൾ യു ഈസ് ഈക്വൽ ടു 1/2 എപ്സിലോൺ 0 ഇൻറ്റു ഇ സ്ക്വയർ. ദിസ് ഈസ് ദ equation representing energy density of a capacitor, 1/2 epsilon 0 into E square. അപ്പോൾ മനസ്സിലായല്ലോ, എനർജി ആൻഡ് എനർജി ഡെൻസിറ്റി, എനർജിയുടെ ഇക്വേഷൻ കണ്ടു. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ദാറ്റ് ഈസ് എനർജി ഡെൻസിറ്റി. ഇങ്ങനെ ഡിറൈവ് ചെയ്യുന്നത് നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം കേട്ടോ. ഓരോ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഇവിടുത്തെ സ്റ്റെപ്സിന് മാറ്റം വരുന്നുള്ളൂ. ഇപ്പം ഈ ഇക്വേഷൻ ക്യൂ സ്ക്വയർ ബൈ 2c ഉപയോഗിക്കാം, അത് ഉപയോഗിച്ചാലും കിട്ടും. അപ്പോൾ നമുക്ക് ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂവിൻ്റെ ചാർജ് എന്താണ്, ചാർജ് ഡെൻസിറ്റി ഒക്കെ ഉപയോഗിക്കുകയാണ്. സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എന്നുള്ള ഇക്വേഷൻ, അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫൈനൽ റിസൾട്ട് ഇത് തന്നെയായിരിക്കും വരുന്നത് കേട്ടോ. അപ്പം ഏത് ഉപയോഗിച്ചാലും ആൻസർ കിട്ടും. അപ്പോൾ ഓർക്കുക, എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഏതാണ്, യു ഈസ് ഈക്വൽ ടു 1/2 എപ്സിലോൺ 0 ഇ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എനർജി ഓഫ് എ കപ്പാസിറ്റർ ആണ്. അപ്പോൾ എനർജി ഓഫ് എ ചാർജ്ഡ് കപ്പാസിറ്റർ ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ചാർജിങ് ഇറ്റ്. അത് ചാർജ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് നമ്മൾ വർക്ക് കൊടുക്കണം, അതിൻ്റെ എമൗണ്ട് അല്ലേ, ആ വർക്ക് ഡണ്ണിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ എനർജി ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ വർക്ക് ഡണ്ണാണ് അവിടെ എന്തായിട്ട് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത്, എനർജി ഓഫ് എ കപ്പാസിറ്റർ. അതിൻ്റെ ഇക്വേഷൻ കണ്ടു, ക്യൂ സ്ക്വയർ ബൈ 2c ഹാഫ് സി വി സ്ക്വയർ ഹാഫ് ക്യൂ വി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 റിലേഷനാണിത്, പഠിച്ചു വെച്ചിരിക്കണം. അതുപോലെ തന്നെ എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ is the energy stored per unit volume of the medium between the plates, that is known as the energy density equation. ഓർത്തിരിക്കുക, ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. ക്ലിയർ ആയല്ലോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ എന്താണെന്നും കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും നല്ല രീതിയിൽ പഠിക്കാൻ പറയുക, എഴുതി പഠിക്കാൻ പറയുക. അപ്പോൾ നമുക്ക് ബാക്കി ടോപ്പിക്കുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.